മലയാള സിനിമയുടെ അഭിമാന താരമാണ് പൃഥ്വിരാജ്. ഭാഷയുടെയും ദേശത്തിന്റെയും അതിരുകൾ മറികടന്ന് മലയാള സിനിമ വളരുന്ന കാലമാണിത്. മലയാള സിനിമ നേടിയെടുത്ത ഈ കുതിപ്പിൽ നിർണായക പങ്കുവഹിച്ച താരമാണ് പൃഥ്വിരാജ്. നടനായി മാത്രമല്ല നിർമ്മാതാവായും സംവിധായകനായുമെല്ലാം മലയാള സിനിമയെ മുന്നോട്ട് നയിക്കുന്നതിൽ വളരെ വലിയ പങ്ക് തന്നെ പൃഥ്വിരാജ് വഹിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് പൃഥ്വിരാജിന്റെ കരിയറിൽ നിരന്തരം അധിക്ഷേപങ്ങളും വിമർശനങ്ങളും മാത്രമായിരുന്നു. അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നതും ഇംഗ്ലീഷ് സംസാരിക്കുന്നതുമെല്ലാമായിരുന്നു പൃഥ്വിരാജിനെതിരെ വെറുപ്പുണ്ടാകാനുള്ള കാരണം. എന്നാൽ കാലം മാറിയപ്പോൾ അന്ന് കളിയാക്കിയവരെല്ലാം രാജുവേട്ടൻ ഫാൻസായി മാറിയെന്നതാണ് വാസ്തവം. പൃഥ്വിരാജിന്റെ ഇംഗ്ലീഷിനെ കുറിച്ചും അതിനോടനുബന്ധിച്ചുള്ള ട്രോളിനെ കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ താരത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് വലിയ തമാശയാണ്. എന്റെ തലമുറയിൽ നിന്നുള്ള ഇപ്പോൾ കേരളത്തിൽ ജീവിക്കുന്ന എത്ര പേർക്ക് നടന്മാരെ മറന്നേക്കോ? എന്നെപ്പോലെ നന്നായി മലയാളം എഴുതാനും വായിക്കാനും സംസാരിക്കാനും സാധിക്കും. അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എന്നായിരുന്നു പൃഥ്വിരാജിന്റെ മറുപടി. ഞാൻ ഇൻഡസ്ട്രിയിൽ വന്ന സമയം മുതൽ ആളുകൾ എന്നെ വെറുത്തിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ അതൊന്നും കാര്യമാക്കാറില്ല. അതെല്ലാം പുറമേയുള്ള കാര്യങ്ങളാണ്. ചെറുപ്പത്തിൽ ഞാൻ ചിന്തിക്കുമായിരുന്നു, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ വ്യക്തിപരമായി അവരെ വേദനിപ്പിച്ചുവോ? അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന എന്തെങ്കിലും ചെയ്തതിനാലാണോ അവർ എന്നെ ഇത്ര വെറുക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചിരുന്നു. പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞു, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും കാരണം കൊണ്ടുണ്ടായ വെറുപ്പല്ല അത്. അതിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല എന്നാണ് പൃഥ്വിരാജ് പറയുന്നത്. താരത്തിന്റെ 18ാം വയസ്സിലാണ് അഭിനയ ജീവിതം ആരംഭിക്കുന്നത്. സുകുമാരന്റെയും മല്ലികയുടെയും മകനായ പൃഥ്വിരാജിന് സിനിമയോട് ഇഷ്ടം തോന്നുന്നത് തീർത്തും സ്വാഭാവികമാണ്. വിദേശത്ത് പഠിക്കുകയായിരുന്ന പൃഥ്വി വെക്കേഷൻ നാട്ടിലെത്തുമ്പോഴാണ് സിനിമയിൽ അഭിനയിക്കാനുള്ള ഓഫർ ലഭിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് നടന്നത് ചരിത്രമായിരുന്നു. അതേസമയം അന്നത്തെ 18കാരന് പഠിത്തം തുടരണോ സിനിമ ചെയ്യണോ എന്നത് സങ്കീർണമായ തീരുമാനമായിരുന്നു. പഠിക്കുന്ന കാര്യത്തിൽ മിടുക്കനായിരുന്നു പൃഥ്വി. ഓസ്ട്രേലിയയിലെ പഠനത്തിന് വേണ്ടി അമ്മയായിരുന്നു പണം ചെലവാക്കിയിരുന്നത്. ഒരിക്കൽ സമ്മർ വെക്കേഷൻ നാട്ടിൽ വന്നപ്പോഴാണ് സിനിമയിൽ നിന്നും ഓഫർ വന്നത്. വെക്കേഷൻ സമയത്ത് ആ സിനിമ തീർത്ത ശേഷം തിരികെ പോവുക എന്നതായിരുന്നു താരത്തിന്റെ തീരുമാനം. പക്ഷേ ആദ്യ സിനിമ റിലീസാകും മുൻപ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് തന്നെ 6 or 7 സിനിമകളുടെ ഓഫറുകളാണ് പൃഥ്വിരാജിന് ലഭിച്ചത്. അതും വലിയ സംവിധായകരുടെ സിനിമകൾ. അതൊരു വലിയ പ്രതിസന്ധി ഘട്ടമായിരുന്നു പൃഥ്വിരാജിന്. പഠനം നിർത്തണമോ സിനിമയിൽ തുടരണമോ എന്നതൊരു തീരുമാനമെടുക്കാൻ ഒരു 18കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ പൃഥ്വിരാജിന്റെ യൂണിവേഴ്സിറ്റിയിൽ 6 മാസം ലീവ് എടുത്ത് വീണ്ടും ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഉടൻ തന്നെ യൂണിവേഴ്സിറ്റിക്ക് ഇമെയിൽ അയക്കുകയും അനുവാദം വാങ്ങുകയും ചെയ്തു. സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമാണെന്നും ഓസ്ട്രേലിയയിൽ തിരിച്ചുപോയി പഠനം പൂർത്തിയാക്കി തിരിച്ചു വരാമെന്നും അമ്മയോട് പറഞ്ഞപ്പോൾ, എന്നാൽ പോകണ്ട, 2 വർഷം കഴിഞ്ഞ് ഈ ഓഫർ ഉണ്ടായില്ലെന്നാണ് അമ്മ പൃഥ്വിരാജിനോട് പറഞ്ഞത്. അങ്ങനെ അമ്മയുടെ വാക്കുകേട്ടാണ് പൃഥ്വിരാജ് ഒരു നടനായി മാറിയത്. അതേസമയം പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ റിലീസിന് തയ്യാറെടുക്കുകയാണ്. 2019 പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ 2ാം ഭാഗമാണ്. 2ാം ഭാഗവും എഴുതിയിരിക്കുന്നത് മുരളി ഗോപിയാണ്. പൃഥ്വിരാജും ചിത്രത്തിലൊരു പ്രധാന വേഷം അവതരിപ്പിക്കുന്നുണ്ട്. ഇവർക്ക് പുറമെ മഞ്ജു വാര്യർ, ടോവിനോ തോമസ്, ഇന്ദ്രജിത്ത്, സുരാജ് വെഞ്ഞാറമൂട്, അഭിമന്യു സിംഗ് തുടങ്ങിയ താരങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. മാർച്ച് 27-നാണ് എമ്പുരാന്റെ റിലീസ്. ഇന്ത്യൻ സമയം രാവിലെ 6 മണിയോടെയാണ് പ്രദർശനം ആരംഭിക്കുക. ഇതിനോടകം തന്നെ ടിക്കറ്റ് ബുക്കിംഗിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ് എമ്പുരാൻ. ടിക്കറ്റ് എടുക്കാനുള്ള ആരാധകരുടെ തിരക്ക് കാരണം ബുക്ക് മൈ ഷോ സൈറ്റ് പോലും ഡൗൺ ആയെന്നാണ് റിപ്പോർട്ടുകൾ. അതിവേഗമാണ് ടിക്കറ്റ് ബുക്കിംഗ് നടക്കുന്നത്. മിക്ക തിയേറ്ററുകളും ഇതിനോടകം തന്നെ ഹൗസ്ഫുൾ ആയിട്ടുണ്ട്. മലയാളത്തിലെ ഏറ്റവും വലിയ ഫസ്റ്റ് ഡേ കളക്ഷൻ എമ്പുരാൻ നേടുമെന്നാണ് കരുതപ്പെടുന്നത്. മലയാളത്തിന് പുറമെ തമിഴ്, ഹിന്ദി, കന്നഡ, തെലുഗു ഭാഷകളിലും എമ്പുരാൻ റിലീസ് ചെയ്യുന്നുണ്ട്. 3 ഭാഗങ്ങളിലായിട്ടാണ് എമ്പുരാൻ ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു മുംബൈയിൽ വെച്ച് എമ്പുരാന് ട്രെയിലർ ലോഞ്ച് നടന്നത്. ട്രെയിലർ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. മലയാള സിനിമ നാളിതുവരെ കാണാത്ത അത്ര വലിയ ചിത്രമാകും എമ്പുരാൻ എന്നാണ് ട്രെയിലർ നൽകുന്ന സൂചനകൾ.